ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തി US സെൻട്രൽ കമാൻഡ് എന്ന വിവരം കൂടി ലഭിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമുസ് അടച്ചു. ഹോർമുസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക നടപടി. ഇറാനിലെ 140 ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായി US വിശദീകരണം വരികയാണ്. ഐസൻ ജ്യൂസ് ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇറാന്റെ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി, സൈനിക നടപടി കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇതിന്റെ തുടർച്ചയെന്നോണം ഹോർമുസ് അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഖി, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് 140 ഇടങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും നിലവിൽ ആക്രമണങ്ങൾ സെൻട്രൽ കമാൻഡ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ GFS ഗാലക്സി എന്ന് പറയുന്ന ഹോർമുസിലൂടെ കടന്നു പോകുകയായിരുന്ന സൈപ്രസിൻ്റെ കപ്പലിന് നേരെ ഒരു ആക്രമണം നടക്കുകയായിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. ആക്രമണത്തിൽ ആ കപ്പലിൽ ഒരു ജീവനക്കാരനെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. കപ്പൽ ഏതാണ്ട് നിശ്ചലാവസ്ഥയിലാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കപ്പലിനെ കൂടി തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് അതിശക്തമായ ആക്രമണം അതിരൂക്ഷമായ രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തത്. നാളിതുവരെ ഉണ്ടായിരുന്ന ആക്രമണത്തിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമണം ലൊക്കേറ്റ് ചെയ്യുന്ന ഇടങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണമാണ് ഈ മൂന്നാം റൗണ്ട് ആക്രമണത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തീർച്ചയായും അതിശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീറ്റ് ഹെഗ്സത്ത് ഉൾപ്പെടെയുള്ളവർ തെറ്റായൊരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിശൂന്യമായ ഇടപെടലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതെന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു നിർണായക ഘടകം ഇന്നലെ രാത്രിയോടെ ഹോർമൂസ് പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന പുറപ്പെടുവിക്കണമെന്ന് കൃത്യമായൊരു നിലപാട് അമേരിക്ക നൽകുകയും അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇറാന് നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഹോർമൂസിൽ വീണ്ടും ആക്രമണത്തിനുള്ള നീക്കം ഇറാൻ നടത്തിയത് എന്നതും അതീവ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ജോർദാനിലേക്ക് ഉൾപ്പെടെ അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് ഇറാനിൽ വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തുകയാണ് US.